പ്രമോദ്, ആ കൊലപാതകം നടന്ന ഏരിയയിൽ ഒന്ന് പോണം. അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് എടുക്കണം. ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് പ്രിയങ്ക കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം അവിടെ ഒരു നാടോടി സംഘം ഉണ്ടായിരുന്നു. അവർക്ക് ഇതുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ നമ്മൾ സംശയിക്കണം. ആ നാടോടി സംഘം എങ്ങോട്ടാ മൂവ് ചെയ്തെന്ന് നമ്മൾ അന്വേഷിക്കണം. ഓക്കേ മാഡം. ശ്വേത, അഡ്വക്കേറ്റ് മുകുന്ദനോടെ ഓഫീസിലൊന്ന് പോണം. കേസിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയതുകൊണ്ട് സ്വാഭാവികമായും ചന്ദ്രശേഖരനോട് അയാൾക്ക് വൈരാഗ്യം ഉണ്ടാകാം. അയാളിൽ നിന്ന് എന്തെങ്കിലും വീട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ മാഡം. ഈവനിങ് 5:30 നമ്മൾ മീറ്റ് ചെയ്യുന്നു. എനിക്ക് പേഴ്സണൽ ആയ ഒരാളെ കാണാനുണ്ട്. നിങ്ങൾ വെക്കോളൂ. മാഡം, തനിച്ചൊരു യാത്ര? ഭീഷണി എപ്പോഴും അന്തരീക്ഷത്തിലുണ്ടല്ലോ പ്രമോദ്. വഴങ്ങിക്കൊടുത്ത അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. സോ ലീവ് ഇറ്റ്. മൂർച്ചയുള്ളതിനെ പ്രതിരോധിച്ച നമ്മുടെ മൂർച്ച കൂടും. ഭരണം കാണണോന്നൊക്കെ ഉണ്ടായിരുന്നു യശോദേ. പക്ഷേ വന്നിട്ട് പരസ്പരം എന്ത് പറയാനാ? പതുക്കെ പതുക്കെ എല്ലാം മറക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിയങ്കയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങത് പറഞ്ഞാൽ മതി. ഇല്ല, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നമസ്കാരം. തിരുമേനി ഇരിക്കൂ. ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഖേദം പറയേണ്ടതെന്ന് അറിയില്ല തിരുമേനി. വിധിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ദൈവഹിതമായിട്ട് നമുക്കിതിനെ കാണാം, അല്ലേ? അതെ, ഓർമ്മ വെച്ച നാള് മുതല് ദൈവനാമം മാത്രമാണ് എന്റെ നാവില്. അതിൽ ഇതുവരെ കടുകിട വ്യത്യാസം വന്നിട്ടില്ല. ദൈവയിച്ചയെ മറികടക്കാൻ നമുക്കാവില്ലല്ലോ. പോയവര് പോയി. ബാക്കിയുള്ളവർക്കും ജീവിച്ചല്ലേ പറ്റൂ. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാ സാധാരണ തിരുമേനിയുടെ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ. വരേണ്ടി വന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പത്മിനി എന്താ ഒന്നും സംസാരിക്കാത്തെ? അമ്മയ്ക്ക് പ്രിയങ്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബാക്കി എല്ലാരും അവളെ മറന്നാലും അമ്മയ്ക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മനുഷ്യ സഹജമായ ചില സ്വാർത്ഥതകൾ അതിലെന്റെ ഭാര്യയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതിനാദ്യം ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ആദ്യം പറഞ്ഞു കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല തിരുമേനി. പക്ഷേ പതുക്കെ പതുക്കെ യാഥാർത്ഥ്യം അതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ആളുകളുടെ മുമ്പിൽ പ്രിയങ്കയും വരുണും ഭാര്യാഭർത്താക്കന്മാരായിപ്പോയില്ലേ?
അതുകൊണ്ട് അത് തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്റെ മകൾ രാധികയെ ആത്മാർത്ഥമായിട്ട് ഒരാൾ സ്നേഹിച്ചു. പക്ഷെ എന്റെ മകൾക്കോ അങ്ങയുടെ മകനോ അത് തുറന്നു പറയാൻ തോന്നിയില്ല. അതിനിടയിൽ സംഭവിച്ചത് അബദ്ധങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഞാൻ വന്നത് അതൊന്ന് തിരുത്താൻ കൂടി വേണ്ടിയാ. മോനെ, അച്ഛന് ചെയ്യാൻ കഴിയുന്നത് അച്ഛൻ ചെയ്തു. ഇവരെ അറിയിക്കാനുള്ളത് അറിയിച്ചു. ഇനി മോന്റെ കുടുംബം തീരുമാനിക്കട്ടെ. അല്ല, പ്രിയങ്കയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലല്ലോ. അവളെ ആരാ കൊന്നത് എന്നതിന് ഉത്തരവുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ. കൽപ്പനയൊന്നും മിണ്ടാതിരിക്കെ. എന്താ വേണ്ടേന്ന് വെച്ചാ ദേവനാരായണ തിരുമേനിയും പരമേശ്വരനും കൂടി തീരുമാനിച്ചോളൂ. പരമേശ്വര, എന്താ നിന്റെ തീരുമാനം?